ഇനി ഒരു കാര്യം ചെയ്യും, തെക്കേ ഗോപുര നടയിൽ നിന്ന് പൂരത്തിന്റെ മറ്റു ചില ദൃശ്യങ്ങൾ നമ്മോട് പറയാനായി വിപിൻ സി വിജയൻ കൂടി ശരിയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. പറയൂ, പൂരത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ എന്താ മനസ്സിൽ നിറയുന്നത്? ഇപ്പോൾ ലോകത്തിന് കേരളം കൊടുത്ത ഏറ്റവും വലിയ ഒരു സംഭാവന, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഈ തെക്കേ ഗോപുര നടയാണ്. തൃശ്ശൂരിന്റെ മാത്രമല്ല, അത് കേരളത്തിന്റെ തന്നെ ഒരു ഐക്കണായിട്ട് നിൽക്കുന്ന ഈ ഒരൊറ്റ ദൃശ്യം, ആ ഒരു ദൃശ്യം എല്ലാ കാലത്തും അത് നമ്മളെ ഭ്രമിപ്പിക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളം ശിവകുമാർ ഈ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പുറത്തേക്ക് വരികയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന ആ ഒരൊറ്റ ദൃശ്യം, അത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ എന്ന് വേണ്ട എല്ലായിടത്തും അതാണ് ഭരിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഓരോരോ ദൃശ്യങ്ങൾ, ഓരോന്നും നമ്മളുടെ കണ്ണിൽ നിന്ന് എടുത്ത് നമുക്കത് മാറ്റാൻ കഴിയില്ല എന്നുള്ള ഉറപ്പുള്ള കുറേ ദൃശ്യങ്ങൾ അതിലെല്ലാം ഉണ്ട്. അതിൽ ദൃശ്യത്തിനുണ്ട്, ശ്രവ്യത്തിനുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് പൂരം നമുക്ക് നൽകുന്നത്. ഈ തെക്കേ ഗോപുര നടയിൽ ഇവിടെ ഇപ്പോൾ കണിമംഗലം ശാസ്താവ് അകത്തേക്ക് കയറി കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞ് ഓരോ ഘടകപൂരങ്ങൾ വരുന്നതിനനുസരിച്ചാണ് ഇവിടേക്ക് ഒരു തിരക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാം, ആളുകൾ നിറഞ്ഞിരിക്കുന്നു, ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കുടമാറ്റം നടക്കേണ്ടത് ഈ തെക്കേ ഗോപുര നടയിലാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ പ്രത്യേക പശ്ചാത്തലത്തിൽ, ഈ അപകട പശ്ചാത്തലത്തിൽ അത് 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ആളുകൾ ഈ തെക്കേ ഗോപുര നടയുടെ ഭാഗത്ത് തന്നെ വരികയും കൂടി നിൽക്കുകയും ചെയ്യുന്നു. രണ്ട് കുട്ടികൾ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്, ടൗണിൽ നിന്ന് തന്നെ വരുന്നത്, തൃശ്ശൂരിൽ തന്നെ. അതെ, ഇന്നലെ തൊട്ട് ഇവിടെയാണ്. ഞങ്ങൾ എല്ലാ വർഷം കണിമംഗലത്തിന്റെ കാണാനായിട്ട് കാലത്ത് തന്നെ വരും. പിന്നെ തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ രാവിലെ കണിമംഗലം ശാസ്താവ് വരുന്നത് കണ്ടു മടങ്ങുന്നുള്ളതാണോ? അതെ അതെ അതെ. അപ്പോൾ പിന്നീട് തിരക്കായിരിക്കും. അപ്പോൾ മാരീഡാണ് രണ്ടാളും, കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്, വരുന്നത്. അതെ, ശാസ്താവിനെ കാണുന്നു, തൊഴുന്നു, പോകുന്നു, ഉള്ളിൽ കയറുന്നു. കുടമാറ്റമൊക്കെ സ്ത്രീ സൗഹൃദമാണ്, അപ്പോൾ ആ നേരത്തൊക്കെ വരാറില്ലേ? പക്ഷേ നമുക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാർക്കിംഗ് കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ബിൽഡിങ്സിലൊക്കെ കയറി നിൽക്കാൻ പറ്റും മുകളിൽ. പക്ഷേ ആക്ച്വലി കാലത്ത് അതാണ് വൈബ്. അതെ 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 അതെ, ഇതാണ് രസം. കാലത്ത് ആ ആനയുടെ ഉഷാറാണ്. തൃശ്ശൂരിൽ വിജയൻ, ഈ ആനപ്രേമികളുടെ ഏറ്റവും വലിയ മെഗാസ്റ്റാർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിശേഷങ്ങൾ കൂടി പറയാൻ ചെമ്പുക്കാവിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പൂരാശംസകൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ്. നെറ്റിപ്പട്ടം, ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പ്, വെഞ്ചാമരം, ആലവട്ടം, സർവോപരി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇതിനും അപ്പുറത്തേക്കൊരു കാഴ്ച ഒരു പൂരപ്രേമിക്ക് ആവേശം നൽകില്ല. അത്രമേൽ പ്രിയപ്പെട്ട, ഹൃദയവികാരമുള്ള, സ്നേഹമുള്ള അവരുടെ പ്രിയപ്പെട്ട രാമൻ ചെമ്പുകാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് പൂരനഗരിയിലേക്ക് യാത്രയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ വർഷവും ഇതേ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ തന്നെയാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കിഴക്കേ ഗോപുര നടവഴി അകത്ത് കയറി വടക്കുന്നാഥനെ വണങ്ങി അതിനുശേഷം തെക്കേ ഗോപുര നടവഴി പുറത്തേക്കിറങ്ങുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിലും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നു. ഒരു പ്രത്യേക ഫാൻ ബേസ് ഉള്ള ആന, ഒരുപക്ഷെ നമുക്കറിയാം 90-ലധികം ആനകൾ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ വരുന്നുണ്ട്. അതിൽ പല സ്റ്റാറുകളുണ്ട്. പക്ഷേ അതിലെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നെല്ലാം വിശേഷണമുള്ള ഒരൊറ്റ ആന മാത്രമാണുള്ളത്. അത് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാമൻ ഒരു വികാരമായി ഇവിടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. 64-ലാണ് രാമന്റെ ജനനം. പിന്നീട് ബീഹാറിലാണ് ജനനം. അതിനുശേഷം പേര് സ്വീകരിച്ചത് മൊത്തി പ്രസാദ് എന്ന പേരാണ്. പിന്നീട് ഗണേശൻ എന്ന പേരിലേക്ക് മാറുന്നു. 84-ൽ പേരാമംഗലം ദേവസ്വം ഏറ്റെടുക്കുന്നു. അതോടുകൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന പേരിലേക്ക് ഈ ആന മാറുന്നത്. ആ പേര് പിന്നീട് കേരളം കീഴടക്കിയത് നമ്മൾ കണ്ടതാണ്. എല്ലാ മേളങ്ങളിലും, എല്ലാ പൂരങ്ങളിലും പ്രധാനപ്പെട്ട അഭിവാജ്യ ഘടകമായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മാറി. അത് ഗജലക്ഷണങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ടാണ് ആ പട്ടം, അല്ലെങ്കിൽ ഏകഛത്രാധിപതി പട്ടമുള്ള കേരളത്തിലെ ഏക ആന എന്ന് ആളുകൾ വിളിക്കുന്നത്.
തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ 2014 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ തൃശൂർ പൂരത്തിൽ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വരുന്ന ആ കാഴ്ച, അതിനും അപ്പുറത്തേക്ക് ഒരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രഭാവലയമുള്ള ഒരു കാഴ്ച പൂരപ്രേമിക്കുണ്ടായിരുന്നില്ല. പക്ഷേ 2020 ശേഷം എറണാകുളം ശിവകുമാറാണ് ആ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെമ്പുകാവ് ക്ഷേത്രത്തിന്റെ തിടമ്പേറ്റിയാണ്, ചെമ്പുകാവ് ഭഗവതി തിടമ്പേറ്റിയാണ് പൂരത്തിന്റെ ഭാഗമായി രാമൻ പങ്കെടുക്കുന്നത്. പ്രായത്തിന്റെ 62 വയസ്സായി. പക്ഷേ അതിന്റെ ഒരു പ്രശ്നവുമില്ലാതെ ആളുകളുമായി അത്രയേറെ ബന്ധമുള്ള, തന്നെ കാണാൻ കാത്തു നിൽക്കുന്നവരെ തുമ്പിക്കൈ കൊണ്ട് അഭിസംബോധന ചെയ്ത് അവരെ വണങ്ങി നടന്നു പോകുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നമുക്ക് പിന്നാലെ ഇങ്ങനെ വടക്കുന്നാഥന്റെ ക്ഷേത്രത്തിലേക്ക് സന്നിധിയിലേക്ക് പോകാൻ പൂരാവേശത്തിന്റെ ഭാഗമായ നടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപാട് പ്രത്യേകതകൾ, ഗജലക്ഷണങ്ങളുള്ള ആനയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രാമന്റെ മുകളിൽ തിടമ്പേറി കഴിഞ്ഞാൽ പിന്നീട് ആ തിടമ്പെടുക്കുന്നത് വരെ തല ഉയർത്തി തന്നെ നിൽക്കും രാമൻ എന്നുള്ളതാണ്. ഇരിക്കു സ്ഥാനത്ത് നിന്ന് 326 സെന്റിമീറ്റർ ഉയരമുള്ള രാമൻ, അതോടൊപ്പം തന്നെ തുമ്പിക്കൈ നിലത്ത് കിടക്കുന്ന അല്ലെങ്കിൽ നിലത്ത് ചുരുണ്ട് കിടക്കുന്ന രാമൻ, അങ്ങനെ എല്ലാ ഗജലക്ഷണങ്ങളുമുള്ള 18 നഖങ്ങളുള്ള രാമൻ പൂരപ്രേമികൾക്ക്, ആനപ്രേമികൾക്ക് കേവലം ഒരു ആന എന്നതിനപ്പുറത്ത് അവർക്കൊരു വികാരമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ പൂരനഗരിയിലേക്ക് വരുമ്പോൾ പൂരനഗരി ഉറപ്പായും തൃശൂർ പൂരത്തിന്റെ കുടമാറ്റ ആവേശത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ആവേശം, അത് രാമന്റെ പൂരനഗരിയിലേക്കുള്ള വരവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.